ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നാവിലേക്കാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ. നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് എന്താണെന്നറിയോ? ഇങ്ങനത്തെ കുറേ കടകളാണ്. കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ്, ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഐറ്റംസ് വിൽക്കുന്ന കടകൾ, അങ്ങനെ പലതും. എല്ലാ റെസ്റ്റോറൻറ്റിനും അതിൻ്റെ യൂണിക് ഡിസൈനും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് ഫുഡുകളുടെയും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ കൂടുതൽ വരുന്നത് എന്താണ്, ഫോറിനേഴ്സാണ്. പിന്നെ ഇവിടുത്തെ നോക്കിയേ, ഇവിടെ പണ്ടെങ്കിൽ ട്രാം പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇവിടെ അങ്ങനെ ഒരു ട്രാം പോകുന്ന ട്രാക്കിൻ്റെ ഏരിയ ഇല്ല. അവിടെ ഇങ്ങനെ കുറച്ച് ടൈലുകൾ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ അടുത്താണ്. അത് തോടിൻ്റെ മുകളിൽ കൂടെ ഉള്ള ബ്രിഡ്ജാണ്. ഇത് ശരിക്കും ഒരു വെനീസിൻ്റെ ഒരു ചെറിയ ഫീല് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇപ്പം ഞങ്ങൾ മുകളിലേക്ക് കയറാം കേട്ടോ. അത്യാവശ്യം വലിയ ബ്രിഡ്ജാണ്, തോട് അത്യാവശ്യം വലുതാണ്. പിന്നെ ഇവിടെ ഒരു ബോട്ട് പോലത്തെ സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടി നോക്കാൻ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ, അവിടെ നിന്ന് കുറേ ദൂരത്തു നിന്ന് തുടങ്ങുന്നതാണ് ഈ നാവി എന്ന് പറയുന്ന സ്ഥലം. അതേപോലെ ഈ ഏരിയ, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അവിടത്തുള്ള അറ്റം വരെയുണ്ട്. നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അത്രത്തോളം ദൂരത്തേക്കാണ് ഈ തോട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിനി ബ്രിഡ്ജ് കയറാൻ പോവാണ്. അപ്പോൾ ബ്രിഡ്ജിൽ കയറിയപ്പോൾ കണ്ടാണ് ഈ ലോക്കുകളാണ്, കുറേ കൂട്ടം കൂടി തേനീച്ചക്കൂട്ടം പോലെ ഇരിക്കുന്ന ലോക്കുകൾ. ഇതിൻ്റെ പേരാണ് ലവ് ലോക്ക് എന്ന്. ഇതിന് കുറച്ച് കൂടുതലൊന്നും അറിയില്ല. എന്തോ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടവർ തമ്മിലുള്ള എന്തോ ഒരു സംഭവമാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ ഈ ഹാൻഡിലിന് സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഇത് ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയായിരുന്നു പോകുന്നത്. ഞങ്ങൾ ഈ സമയത്ത് ഇപ്പോഴും 9 മണി നേരമാണ്, അതാണ് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് സൺസെറ്റൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റി. ഭംഗിയുണ്ട് ഈ ബ്രിഡ്ജിനകത്ത് പോകുമ്പോൾ, സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോഴും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ അപ്പുറത്തുള്ള ബോട്ട് പോലത്തെ സംഭവം കണ്ടില്ല. അപ്പോൾ ഞങ്ങളത് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ റെസ്റ്റോറൻറ്റ് പോലത്തെ എന്തോ സംഭവമാണെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും പൈസയ്ക്ക് എന്തായാലും കയറുകയാണെങ്കിൽ കൂടും. പക്ഷേ ഇവിടെ ആരും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ടേക്കാണെന്നാണ് അർത്ഥം. കാരണം ഞാൻ പറഞ്ഞത് അവർ ഇങ്ങനെ ടേബിൾ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സിലുള്ള പോലെ ഗ്ലാസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിന് എൻട്രൻസ് തന്നെ ഇതേപോലെ റെസ്റ്റോറൻറ്റിൻ്റെ ഫീൽഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവിടെ ചെറിയ ചെടികളുണ്ടോ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ചെടികൾ ഇങ്ങനെ ഇപ്പോഴും മഴ നനയാണ്, മഴ പെയ്യുന്നുമില്ല, ആരും നനയ്ക്കുന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയുണ്ട്, ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലായത് ബേബി ഓറഞ്ചിൻ്റെ മരമാണ് കേട്ടോ. ചെറിയ ചെടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പയ്യെ നോക്കി ഇങ്ങനെ നാവിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ബ്രേസ്ലെറ്റ്സ് പലതും ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഇത് തോടിൻ്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡാണ്. ഞങ്ങൾക്ക് പോയപ്പോൾ കണ്ടത് റൈറ്റ് സൈഡ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോകണ സമയത്ത് ഒരു ചെറിയ കട കണ്ടു. അപ്പോൾ അവിടെ കണ്ട സംഭവങ്ങൾ കേട്ടോ, ഈ പേപ്പർ ക്ലിപ്പിൻ്റെ അത്ര തിന്നായിട്ടുള്ള കമ്പികളില്ലേ, അത് വെച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ കുറേ ഫിഗേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഗ്രീക്ക് ദൈവങ്ങളിൽ എന്തോ സംഭവമാണ്. ഈ കാളയുണ്ട്, പുലിയുണ്ട്, പിന്നെ പേരറിയാത്ത കുറേ ആൾക്കാരുണ്ട്. എന്താണെന്നറിയില്ല, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാലാഖയുണ്ട്, അങ്ങനെ പലതുണ്ട്. കാരണം രസം തോന്നുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, പേര് കാണുമ്പോൾ എന്താ തോന്നുന്നത്, ചങ്ക്, നമ്മുടെ സ്വന്തം ചങ്ക് എന്ന് പറയണതല്ലേ, അതേപോലത്തെ ഒരു പേര് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കണ്ട് ഇങ്ങനെ അത് കണ്ടപ്പോൾ ചെറിയ സർപ്രൈസിങ് തോന്നി. അത് കഴിഞ്ഞാൽ സ്റ്റില്ല് നമുക്ക് എന്തായാലും ഭംഗി ഒന്ന് കാണാൻ വന്നിട്ടല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ നടക്കാം കേട്ടോ. അപ്പോൾ നടന്നപ്പോൾ സെക്കൻഡ് ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ എന്താ ഒന്ന് കയറി നോക്കാം എന്ന് വെച്ചിട്ട് ഞങ്ങൾ കയറി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും വീട്ടിലേക്ക് പോകാൻ ടേൺ ചെയ്യാനായിരുന്നു, കുറച്ച് ദൂരത്താണ്. പക്ഷേ അയ്യടാ, വന്ന് കയറിയപ്പോൾ തന്നെ കാണുന്നത് എന്താ, ബ്രിഡ്ജിലും ഈ ലവ് ലോക്ക് തന്നെ ഫുള്ള് നമുക്ക് എണ്ണാൻ പറയാം, ആയിരക്കണക്കിന് ഈ ലോക്കുകൾ തന്നെ കിടക്കുന്നുണ്ട്. ഈ എന്താണ് താഴെന്നും പറയും, എന്താ ശരിക്കുള്ള പേര് താഴെന്ന് തന്നെയാണോ എന്നറിയില്ല. നിങ്ങളുടെ ഭാഷ എന്താണെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ ഈ കുറേ ലോക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് ആദ്യം നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായി. പിന്നെ ഇവിടെ ഫോറിനേഴ്സിനൊക്കെ വന്നിട്ട് വാങ്ങാൻ പോയിട്ട് ഈ മിലാനോ, ഇങ്ങനെ UK എന്നൊക്കെ വന്നവർക്ക് വാങ്ങാനായിട്ട് ഒരു ചെറിയൊരു ഓർമ്മയ്ക്കായിട്ട് മിലാനോ എന്ന് എഴുതിയുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാധനം കേട്ടോ. ഇത് കാണുന്നൊരു ട്രാം, ദുവോമോ, പള്ളി, അങ്ങനെ പലതും ഉണ്ട്. ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോയിൽ ദുവോമോ വിസിറ്റ് ചെയ്യാൻ പോയ വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടില്ല, ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ, പിന്നെ കുറേ ഈ കീ ചെയിൻ, ഈ സോഡ ക്യാൻ ഓപ്പണർ സംഭവങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ കൂളിംഗ് സിസ്റ്റമാണ്. ഇത് ചെറിയ ഇങ്ങനെ വാട്ടർ വേപ്പർ ഇല്ലേ, അതിങ്ങനെ ഭയങ്കര തണുപ്പോടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുന്ന കേട്ടോ. ഇത് കണ്ടോ ഭയങ്കര. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ വന്നിട്ടാ ഇവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് സാധനമാണ്, എന്താ ജലാട്ടോ, ജലാട്ടോ എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. ഞങ്ങൾ ചെന്ന് ക്യൂവിൽ നിൽക്കാം കേട്ടോ ഇത് ഓർഡർ ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ മറ്റേ ഈ മോച്ചി ജലാട്ടോടൊപ്പം ഈ മുകളിൽ കാണുന്ന ഈ മുബാവോ മോമോസ് ഇല്ലേ, അത് ഓർഡർ ചെയ്തായിരുന്നു. ഇത് കാണുമ്പോൾ ചെറിയൊരു ക്യൂട്ട് കിച്ചണാണ് കേട്ടോ. കാണുമ്പോൾ ചെറിയ സ്പേസിൽ തന്നെ ഇവർ ഇത്രയെങ്കിലും ചെയ്തില്ലേ, അതാണ്.
ഇപ്പോൾ ഇത് കാണുന്നത് മോച്ചി മറ്റേ മോമോസ് ഉണ്ടാക്കുന്ന സ്ഥലം. ഇതാണ് ഞങ്ങൾ കണ്ട മോമോസിൻ്റെ കളറ്. ഇത് പർപ്പിള്, മഞ്ഞ, റെഡ് ഇങ്ങനെ പല സാധനങ്ങൾ കളറുണ്ട്. അപ്പോഴാണ് നമ്മുടെ സംഭവം വന്നു എന്തിട്ടാ മോച്ചി ജലാട്ടോ. അത് അപ്പോൾ തന്നെ അവർ തന്നായിരുന്നു. ഞങ്ങൾ ചോക്ലേറ്റും പാഷൻ ഫ്രൂട്ടും എടുത്തത്. പിന്നെ ഇത് കാണുന്നത് എന്താണെന്ന് പറയുക, പലരും കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സാധനം എല്ലാവരും അടിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും അടിച്ചപ്പോൾ ഞങ്ങൾക്കുള്ള മോമോസ് റെഡി ആയിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പോയി നോക്കിയപ്പോൾ നമ്മുടെ മോമോസ് റെഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കളറിനും വെറുതെ ഫുഡ് കളറല്ല, ഓരോ കളറിനും വേറെ വേറെ ഫ്ലേവറാണ് അത് പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് സോസ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കാൻ പോകാം കേട്ടോ. കാരണം നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല, അമ്മാതിരി വിശപ്പായിരുന്നു. എന്നാലും കഴിച്ചപ്പോൾ ഒരു ചെറിയ ആശ്വാസം തോന്നിയായിരുന്നു. ഇത് ചിക്കൻ ഉണ്ടായി, പ്രോൺസ് ഉണ്ടായി, അങ്ങനെ പലതും ഉണ്ടായി. അപ്പോൾ ഇത് കാണുന്നത് ഒരു കിടിലൻ കട കേട്ടോ. ഇത് ആർട്ട് വർക്കിൻ്റെ ആയിട്ടുള്ള ഒരു കടയാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടുകൾ ഇവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ് എന്ന് പറയുക നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മൾ ഈ വെള്ളം ഭയങ്കര ക്ലിയറാണ്, പക്ഷെ പച്ചപ്പ് ഉണ്ട്, നല്ല ക്ലിയറാണ്. കാരണം നമ്മുടെ റിഫ്ലക്ഷൻ വരെ കാണാൻ പറ്റും. പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാത്രിയായി തുടങ്ങി. ഇപ്പോൾ കാണുന്നത് ഇവിടെയുള്ള ക്രൗഡാണ്. എന്തായാലും ഒരു 11 മണി 12 മണി ആണ്ട് ഇവിടെ നിന്നുള്ള ആൾക്കാരൊന്നും ഫുള്ള് പോവില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് പ്ലീസ് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങൾ വീണ്ടും ഇനി ഇവിടെ നിന്ന് പോവാണ്. ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഇങ്ങനെ കണ്ടിട്ടും ഇങ്ങനെ പോവല്ലേ. അപ്പോൾ പോണ വഴിക്കൊരു കിടില സംഭവം കാണിച്ചു തരാം. ഇത് വരുന്ന വഴിക്ക് തന്നെ എത്ര പേര് ഇങ്ങനെ എന്നിട്ട് തിങ്ങി നിറഞ്ഞ് വരുന്നുണ്ട്, ഇത്ര ആൾക്കാർ. ഞങ്ങൾ അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് അറ്റത്തേക്ക് പോകണം, ഒരുപാട് വിടും, കാരണം അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ വൈകിട്ട് വരുമ്പോൾ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ആ ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ത് രസമാണെന്ന് നോക്കിയേ. എന്തോ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു, കാരണം കസ്റ്റമേഴ്സ് കുറവാണല്ലോ. അത് അപ്പോൾ അത്യാവശ്യം ഇതും ഉണ്ടാവും, പ്രൈസും ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ ഒരു ലോബ്സ്റ്റർ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് ഇവർ കൂന്തലുണ്ട്, ക്രാബ് ഉണ്ട്, ടൂണയുണ്ട്, സാൽമൺ ഉണ്ട്, പിന്നെ ലോബ്സ്റ്റർ ഉണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, കക്കയുണ്ട്, പലതും ഉണ്ട്. ഒന്നിന് ജീവനില്ലാന്ന് മാത്രം, അതാണ് വേറെ കാര്യം. കൂന്തലൊക്കെ വലിയ റിങ്സ് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു രസത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നാവിന്ന് ബായ് പറയാണ്. അപ്പോൾ ഞങ്ങളിത് ഒന്ന് ലാസ്റ്റ് ഒരു ലുക്ക് എടുത്തിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നൈറ്റിലുള്ള ഒരു വിഷ്വൽസ് കാണിച്ചു തരാനായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.